അളിയാ റെയ്ഡ് വരുന്നുണ്ട് റെയ്ഡ്. എന്താ? നീ ഇവിടെ സൈറ്റ് അടിച്ചോണ്ടിരുന്നു. ഞാൻ ഉറങ്ങായിരുന്നു. പിന്നെ ഒരു കണ്ണ് ഇങ്ങനെ അടച്ചു പിടിച്ചോണ്ടാണല്ലോ ഉറക്കം. നിന്റെ ഉറക്കത്തിന് കൂടുന്നുണ്ട്. ചെങ്ങായി ഓനെപ്പോഴും അതിന് ഒരു കണ്ണടച്ചിട്ടല്ലേ ഉറങ്ങുന്നത്. അതെന്തേലും ആവട്ടെ. നീ അറിഞ്ഞായിരുന്നു എടാ എന്റെ വീട്ടിൽ റെയ്ഡ് വന്നായിരുന്നു, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ വീട്ടിലും വരും. റെയ്ഡ് വന്നെന്നാ? എന്തിനാളിയാ? എടാ എമ്പുരാൻ റിലീസായ സമയത്ത് ഞാൻ ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റർ വേർഷന് മുമ്പ് തന്നെ നമ്മുടെ ജംഗിൾവാദ് തിയേറ്ററിൽ പോയിട്ട് സിനിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം റെയ്ഡ് വരുന്ന പറയുന്നത്. ഭാഗ്യം, അതിന് ഞാൻ എമ്പുരാൻ സിനിമ കണ്ടിട്ടേ ഇല്ല. അത് ശരി. അല്ല ഈ വെടി വെച്ചവർക്കും കുഴപ്പമില്ല, വെടി കൊണ്ടുപോർക്കും കുഴപ്പമില്ല. വെടി വെച്ച് കേട്ടാൽ നമ്മൾ കുറ്റക്കാരല്ലേ? എന്തല്ലേ എടാ, എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണേ, നീ ആ നാളെയുടെ സുഹൃത്തും ഡ്രൈവറും ഒക്കെ അല്ലേ? അപ്പൊ നീ അവനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് വൈകുന്നേരം മുമ്പ് കിട്ടണമെന്ന്. ഏത് നാളാ? എടാ, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ പൂച്ച നാളാ. എമ്പുരാൻ സിനിമ ഇറക്കിയില്ലേ, അതിന്റെ സംവിധായകൻ, പ്രൊഡ്യൂസേഴ്സ് ഇവരൊക്കെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞാല് നമ്മൾ ആദ്യം പോയി കണ്ട ആളുകളുടെ പേരിൽ അവരുടെ വീട്ടിലായിരിക്കും റെയ്ഡ് എന്നാ പറഞ്ഞത്. നിങ്ങൾ കണ്ടായിരുന്നു എമ്പുരാൻ സിനിമ? കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും റെയ്ഡ് വരും. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതാണല്ലേ ട്രെൻഡ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നോട്ടീസ്. അടുത്ത പോലത്തെ തൃശ്ശൂർ പൂരത്തിന് നോട്ടീസ് ആയിരിക്കും. ഇപ്പോഴേ വിട്ടോ, എന്നാലും എത്തുള്ളൂ.